നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? സന്തോഷം, വിജയം, സമാധാനം, അല്ലേ? എന്നാൽ ഇതൊക്കെ കണ്ടെത്താനായി നമ്മൾ പലപ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത്. പക്ഷേ ഈ നിധികളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ജോസഫ് മർഫിയുടെ വിഖ്യാതമായ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വലിയ രഹസ്യത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളിൽ പലരും എവിടെയാണ് ഈ സന്തോഷവും വിജയവുമൊക്കെ തിരയുന്നത്? കൂടുതൽ പണം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുമ്പോൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ സംതൃപ്തി ഇതൊക്കെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? ഇവിടെയാണ് ജോസഫ് മർഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറം ലോകത്ത് അന്വേഷിക്കുന്ന ഓരോ കാര്യത്തിനുമുള്ള ഉത്തരം, ആ ശക്തി, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറത്തേക്കുള്ള ആ തിരിച്ചിൽ നിർത്തി ഉള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങുന്നത്. ശരി, അപ്പൊ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മർഫിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ മനസ്സിന് 2 ഭാഗങ്ങളുണ്ട്. ഇതിനെ മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു നല്ല ഉദാഹരണം പറയുന്നുണ്ട്. ഒരു കപ്പലിലെ കപ്പിത്താനും അവിടുത്തെ ജോലിക്കാരും. കേൾക്കുമ്പോൾ രസമുണ്ടല്ലേ? എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നിങ്ങളുടെ ബോധമനസ്സ്, അതായത് കോൺഷ്യസ് മൈൻഡ്, അത് കപ്പലിന്റെ ക്യാപ്റ്റനാണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ക്യാപ്റ്റനാണ്. എന്നാൽ ഉപബോധമനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, അത് ആ കപ്പലിലെ ജോലിക്കാരെ പോലെയാണ്. ക്യാപ്റ്റൻ എന്ത് ഓർഡർ കൊടുത്താലും അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവരത് അക്ഷരം പ്രതി അനുസരിക്കും. കപ്പൽ ഓടിക്കുന്നത് ഈ ജോലിക്കാർ ചേർന്നാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ ശക്തനായ, എന്നാൽ വിവേചന ബുദ്ധിയില്ലാത്ത ഒരു സേവകനാണ്. അത് നിങ്ങളുടെ യജമാനനല്ല. നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ എന്താണോ അത് നടപ്പിലാക്കുക എന്നത് മാത്രമാണ് അതിന്റെ ജോലി. നിങ്ങൾ മനസ്സിൽ എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് ആവർത്തിച്ചാൽ അത് സത്യമാക്കാൻ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങും. നേരെ മറിച്ച് എനിക്കിത് സാധിക്കും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികളും അത് കണ്ടെത്തും. ഈ ഒരു ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ മർഫി മറ്റൊരുദാഹരണം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു തോട്ടക്കാരനും ഒരു തോട്ടവും. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതൊരുപാട് സഹായിക്കും. നോക്കൂ, എന്തുമാത്രം ലളിതമായിട്ടാണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ബോധമനസ്സാണ് ആ തോട്ടക്കാരൻ. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഓരോ വിത്തുകളാണ്. നിങ്ങളുടെ ഉപബോധമനസ്സോ, അത് ഫലഭൂയിഷ്ടമായൊരു മണ്ണാണ്. ആ മണ്ണിൽ നിങ്ങൾ എന്ത് വിത്താണോ പാകുന്നത് അത് വളരും. നിങ്ങൾ പേടിയുടെ വിത്താണോ പാകുന്നതെങ്കിൽ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വിലവെടുക്കേണ്ടിവരും. എന്നാൽ ആത്മവിശ്വാസത്തിന്റെ വിത്താണെങ്കിലോ വിജയത്തിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ മനസ്സാകുന്ന ഈ തോട്ടത്തിൽ നിങ്ങൾ എന്ത് വിത്തുകളാണ് നട്ടുവളർത്തുന്നത്? അതായത് ചുരുക്കി പറഞ്ഞാല്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ കാണുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ അവസ്ഥയും നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുടെയും തുടക്കം നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. ഓക്കെ, ഇതൊക്കെ തിയറിയായി കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കും? അതാണ് അടുത്ത ചോദ്യം, അല്ലേ? നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് അനുകൂലമായി എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നതിന്റെ ചില പ്രായോഗിക വഴികളിലേക്ക് പോകാം. ഇത് ശരിക്കും വളരെ ലളിതമായൊരു പ്രക്രിയയാണ്. ഒന്നാമതായി, നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി തീരുമാനിക്കുക. ഒരു കൺഫ്യൂഷനും പാടില്ല. 2, ആ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നർത്ഥം വരുന്ന ചെറിയ പോസിറ്റീവായൊരു വാചകം, അതായത് ഒരു അഫർമേഷൻ ഉണ്ടാക്കുക. 3ാമത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ലക്ഷ്യം നേടിയാൽ നിങ്ങൾക്കെന്ത് സന്തോഷം തോന്നുമോ ആ വികാരം മനസ്സിൽ അനുഭവിക്കുക. വെറും വാക്കുകൾക്കല്ല ആ വികാരത്തിനാണ് ശക്തി. അവസാനം, ഇത് ദിവസവും ആവർത്തിക്കുക, പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ്. ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും തയ്യാറായിരിക്കുന്നൊരു സമയമാണ്. ഈ ഉപബോധ മനസ്സുമായി സംസാരിക്കാൻ ഒരു വഴി മാത്രമല്ല ഉള്ളത്, പല വഴികളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ചേരുന്നതേതാണോ അത് തിരഞ്ഞെടുക്കാം. ചിലർക്ക് സമ്പത്ത് എന്നിലേക്ക് വരുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നതായിരിക്കും എളുപ്പം. മറ്റു ചിലർക്ക് തങ്ങളുടെ വിജയം ഒരു സിനിമ കാണുന്നത് പോലെ മനസ്സിൽ കാണുന്നതായിരിക്കും ഇഷ്ടം. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു താരാട്ടുപാട്ട് പോലെ നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ ഉരുവിടുന്നതും വളരെ ശക്തമായ ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ആശയങ്ങളുടെയെല്ലാം ആകെ തുക എന്താണ്? ഇതിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്തായിരിക്കും? അത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു സൃഷ്ടിപരമായ ശക്തി, ദ സിംഗിൾ ക്രിയേറ്റീവ് പവർ, അത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. നിങ്ങൾ സാഹചര്യങ്ങളുടെ ഒരു ഇരയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശില്പിയാണ് നിങ്ങൾ. ഇതിനർത്ഥം
നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വിധിയുടെ യജമാനനും നിങ്ങൾ തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ. അവസാനമായി ജോസഫ് മർഫിയുടെ തന്നെ ഏറ്റവും ശക്തമായൊരു വാചകത്തോടെ നമുക്ക് നിർത്താം. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക, നിങ്ങളുടെ വിധി മാറും. ഈ ഒരൊറ്റ വാക്യത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി തിരിച്ചറിയാൻ ഈ വിശകലനം സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.